നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ്. ഞാനും അനിയത്തിയും പുറത്ത് പോകുന്നുണ്ട്. ഉച്ചയ്ക്കാകുമ്പോൾ പോവും. അപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ എഴുന്നേറ്റു. വാവയ്ക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ആളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ രാവിലത്തെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു 10 മണിയായിരുന്നാൽ ഒരു 8 മണി 8:30യുടെ ആ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചൂട് അല്ലെങ്കിൽ ഭയങ്കര വെയിലടിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. നല്ലൊരു തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് കിടന്നുറങ്ങിയാൽ സമയം പോകുന്ന പോലും അറിയില്ല. അപ്പോൾ ഞാൻ വാവേനെ സ്കൂളിലൊക്കെ വിട്ടു. അതിനുശേഷം വന്നിട്ടൊരു ചായ കുടിക്കുകയാണ്. നമ്മുടെ ഹോർലിക്സ് ഇട്ടൊരു ചായ. അപ്പോൾ അതും കുടിച്ചൊരു ബന്നൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ അനിയത്തിയും അവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്ഷയയിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അവർ രാവിലെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ടി വിയൊക്കെ കണ്ട് ഉച്ചവരെ ഇങ്ങനെ തള്ളി നീക്കുകയാണ് കേട്ടോ സമയം. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്ത് പോയി ബിരിയാണി കഴിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അനിയത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനിയത്തി വന്ന ഉടനെ ഞങ്ങൾ ഇറങ്ങും. എനിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സമയം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഒരു ഹായ് പറ. അപ്പോൾ ഞങ്ങൾ പോവാൻ റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അമ്മ ഭയങ്കര ചർച്ചയിലാണ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്തു. അപ്പോൾ ഞാനും അനിയത്തേ പോകുന്നുള്ളൂ. 2 വീലർ ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയ്ക്ക് പാഴ്സൽ മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അമ്മ പോയി കിടന്ന് ഉറങ്ങും. അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. ഹലോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോകണം? അതിൽ എവിടെ പോകണം? ആസിഫിൽ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അമ്മയ്ക്കുള്ള പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരാം കേട്ടോ. വിഷമിക്കണ്ടേ. കഴക്കൂട്ടത്ത് ആസിഫി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ അവിടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പം മഴയൊക്കെ പെയ്ത് ഫുള്ള് കുളമായിട്ട് കിടക്കുകയാണ് റോഡെല്ലാം. ഞങ്ങളൊരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അത് ഷെയർ ചെയ്ത് കഴിച്ചു. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറവാണോ എന്ന് തോന്നി. 2 പേർക്ക് ഒരു ബിരിയാണി വാങ്ങിച്ചാൽ 2 പേർക്ക്, നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങുമ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള അതിലും കൂടുതൽ കാണും. പക്ഷേ ഇത് ഭയങ്കര കുറവാണോ എന്ന് എനിക്ക് തോന്നി. ക്വാണ്ടിറ്റി കുറച്ച് കുറവാണോ എന്നൊരു സംശയം. പക്ഷേ നല്ല ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെ ബിരിയാണിക്ക് കോമ്പിനേഷനായിട്ട് നമുക്ക് സാലഡ്, അതുപോലെ നമുക്ക് അച്ചാറിന് പകരം നമ്മുടെ വഴുതനങ്ങ ഇട്ടൊരു കറിയാണ് കേട്ടോ തരുന്നത്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ആ കറിയും കൂട്ടിയാണ് ബിരിയാണി കഴിച്ചത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ 2 ലൈമും മേടിച്ചു. ഞങ്ങൾ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു. ഞാനൊരു ബിരിയാണി ലവറല്ല, പക്ഷേ ഇവിടുത്തെ ബിരിയാണി എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ പുതിയൊരു കട ഷോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റൈലെന്ന് പറഞ്ഞ് ഒരു സ്റ്റുഡിയോ പോലത്തെ ഒരു ഷോപ്പ്. അപ്പം അവിടെ എങ്ങനെ എന്തൊക്കെ നിരാശയായി എനിക്ക് ബിരിയാണി കഴിച്ചത് വാങ്ങുമ്പോൾ. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റൈലെന്ന് എന്തുമായിരുന്നു പേര്. നമ്മുടെ സ്റ്റുഡിയോ പോലത്തെ ഒരു ഷോപ്പ്. തുണികളും അതുപോലെ കമ്മൽ, മാല, വള അങ്ങനെയൊക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. എനിക്ക് കയറാൻ ഒരു മടിയായിരുന്നു. നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒന്നും വാങ്ങാതെ എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു മടി, എങ്ങനെ മുങ്ങും എന്നുള്ളൊരു മടിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കയറി ഒന്ന് ചുറ്റിയൊക്കെ നടന്നു. കയറി കഴിഞ്ഞപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. കുറേ സമയം അവിടെ നിന്ന് നോക്കി നടന്നു. ഒരുപാട് കമ്മലും മാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയമൊക്കെ ഇങ്ങനെ നിന്ന് ഇതൊക്കെ നോക്കി. പിന്നെ എനിക്ക് കിഡ്സിൻ്റെ സെഷനിൽ കുറവാണോ എന്നൊരു തോന്നൽ, എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ. അല്ലാണ്ട് നല്ല കളക്ഷനും നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ടീഷർട്ടിനൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അവിടുത്തെ കമ്മലുകൾ. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കളക്ഷൻസ്. കമ്മലൊക്കെ നല്ല ഭംഗിയുണ്ട്, വലിയ വലിയ കമ്മലുകളൊക്കെ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കമ്മലൊക്കെ വാങ്ങിച്ചിട്ട്, കമ്മലൊക്കെ ഇട്ടിട്ട് തന്നെ കുറേ നാളായി. ഞാൻ ഒരു ഗോൾഡിൻ്റെ ഒരു ചെറിയൊരു സ്റ്റഡ് ഇട്ടേക്കാണ്. അത് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ വേറെ കമ്മലുകളൊന്നും നോക്കാനേ പോവില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കമ്മലൊക്കെ ഇനിയും വാങ്ങണം, ഇടണം എന്നൊക്കെ ഒരു തോന്നൽ. കണ്ടില്ലേ, നമുക്ക് കുർത്തയുടെ കൂടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന, പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കമ്മലുകൾ, സൂപ്പർ കമ്മലുകൾ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വലിയ വലിയ കമ്മലുകൾ, കുർത്ത, അതുപോലെ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന കമ്മലുകൾ. പിന്നെ നല്ല ക്ലിപ്സ്,
പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ കുറേ സമയം ഡ്രസ്സിൻ്റെ അടുത്ത് നിന്നേക്കാളും കൂടുതൽ സമയം ഞാൻ ഈ കമ്മലും മാല അതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നൊന്ന് നോക്കി. നല്ല നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് പുറത്ത് ചാടാം എന്നുള്ളൊരു ഇതിലായിരുന്നു. ഒരു മടി, ഒന്നും വാങ്ങാതെ എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു മടിയായിരുന്നു. ഇത് ഭയങ്കര ഒരു എന്തോ ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ അങ്ങനത്തെ ഒരു സ്ഥലത്തല്ല. ഇപ്പം വണ്ടിയിൽ പോകുന്നവർ കയറുക അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ കയറിക്കഴിഞ്ഞാലും നമ്മളെ ശ്രദ്ധിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ പുതിയ ഷോപ്പും കൂടി ആയിരുന്നുകൊണ്ട് ഭയങ്കര തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് എങ്ങനെ നമുക്ക് പുറത്ത് ചാടാം എന്നുള്ളൊരിതിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി, ആരെയും ശ്രദ്ധിക്കാതെ അങ്ങ് ഇറങ്ങിപ്പോയി. ഇങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊക്കെ കയറുമല്ലേ, കടയിൽ ഒന്നും മേടിച്ചില്ലെങ്കിലും കാണാം എന്നുള്ളൊരിതിൽ നമ്മൾ കയറും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴത്തേക്ക് 3:30 കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടിയിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ എല്ലാവരും പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.